നമസ്കാരം നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പിപ്പി ഫ്രം ജർമ്മനിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ RP കാർഡ് കിട്ടിയിട്ടുണ്ട്. 3 years വിസ അടിച്ച് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ RP കാർഡ് കളക്ട് ചെയ്യാനായിട്ടുള്ള ദിവസം. ഇന്നാണ് ഞാനതിന് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ബ്യൂഗ്രാമിക്ക് പോവാണ്. മൈസൈലിലുള്ള ബ്യൂഗ്രാമിക്കിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവിടെ പോവാണ്. സോ ഇവിടെ ഇപ്പോൾ പയ്യോ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ച ജാക്കറ്റ് എടുക്കണ്ടെന്നാ, പിന്നെ വിചാരിച്ച എന്തിനാ വെറുതെ പണി ഇറന്ന് വാങ്ങിക്കരുതെന്ന് വിചാരിച്ച് ജാക്കറ്റങ്ങ് എടുത്ത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താവോ എന്തോ, മറ്റേപാട് വിസേൻ്റെ സമയത്ത് ഒരു ടെൻഷനില്ലാണ്ട് ഞാൻ പോയതാണ്. വിസ അടിച്ച് 3 years കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് RP കാർഡ് വാങ്ങിക്കാൻ എന്തോ ഒരു ടെൻഷൻ പോലെ. നോക്കാം. നമ്മൾ ഹുസ്ബാനോഫിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി നമുക്ക് കോൺസ്റ്റബിളോഹയിലോട്ടുള്ള ട്രെയിനാണ് കയറേണ്ടത്. അപ്പോൾ ട്രെയിൻ ഒരു 10 minute ഡിലേ ആണ്. സിംപ്ലസ്റ്റ് ഇപ്പോഴും അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ ട്രെയിനൊക്കെ എന്താ പറയുക, നേരത്തെ വരുന്ന ചരിത്രം വളരെ വളരെ കുറവ്. അപ്പോൾ എന്തായാലും ബാനോഫിൽ പട്ടി പോസ്റ്റ്. അപ്പോൾ നമ്മൾ എത്തി ഗൈസ്. അകത്തോട്ട് പോകാം. RP കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് തോന്നുന്നു, 10-20 ദിവസമായി തോന്നുന്നു. പക്ഷെ ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയത്. നല്ല പടിയായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നുകൊണ്ട് ഇപ്പോഴാണ് ഷൂട്ട് ചെയ്തത്. സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ എല്ലാവർക്കും 3 years അടിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്കൊക്കെ 1 year കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ചെയ്യണം. പിന്നെ എന്തായിരുന്നു, എനിക്ക് അതിൽ നിന്നും മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഫ്രാങ്ക്ഫർട്ടിൽ നിൽക്കുന്ന ഓരോ ഓഫീസേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. സോ എന്തായാലും ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. ഗുഡ് ബൈ, ടാറ്റ. ഇവിടെ വന്നെയാണ്.